അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, ലാ യഖ്ലുഖൂന ഷൈഅൻ, അവരൊന്നും സൃഷ്ടിക്കുന്നില്ല, വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അംവാതുൻ, അവർ മരിച്ചുപോയവരാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മരിച്ചവരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ആളുകളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മരിച്ച ആളുകളെ വിളിച്ചു തേടുന്നവർ, ഒന്നിനെയും സൃഷ്ടിക്കാത്തവരെ വിളിച്ചു തേടുന്നവർ, ഗൈറു അഹ്യാ, അവർക്ക് ജീവനില്ല, നിർജീവ വസ്തുക്കളാണ്, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് ഖിയാമത്ത് നാൾ എന്ന് പോലും അവർക്കറിയില്ല. എപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നറിയാതെ മരിച്ചുപോയ ആളുകൾ, ആ മരിച്ചുപോയവരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരാണുള്ളത്? സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അമ്പിയാക്കളെ, ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. മലക്കുകളെ, ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഒരു സൃഷ്ടിയെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ഇനി കേൾക്കുമെന്ന് നിങ്ങൾ വാദിച്ചാൽ പോലും മസ്തജാബു ലക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല. അത് റഹ്മാനായ റബ്ബിൻ്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് മാത്രം. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടുകയാണെങ്കിൽ റഹ്മാനായ റബ്ബിനോട് മാത്രം സഹായം തേടണം. അതാണ് എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ഇസ്തിഗാസ നടത്തുന്നു. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ പ്രഖ്യാപനം. അതിന് വിപരീതമായത് ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്.